ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ അധ്യായത്തിൽ നമുക്ക് ഇന്ന് വരുന്നത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മളിതിൻ്റെ മറ്റ് വകഭേദങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതേതായാലും നമുക്ക് നിങ്ങൾ നേരത്തെ പഠിച്ചതിൻ്റെ തന്നെ ചില കാര്യങ്ങൾ ഇതിലൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് റിമൈൻഡ് ചെയ്യാന്നുള്ള ഉദ്ദേശം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കാം. കോംപ്ലക്സ് സെൻറ്റൻസ് എന്താ? കോംപ്ലക്സ് സെൻറ്റൻസ് പറയുന്നത് സെൻറ്റൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഇസ് നോൺ ആസ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി കോംപ്ലക്സ് സെൻറ്റൻസിൽ പറഞ്ഞ എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും. ഡിപ്പെൻഡൻറ്റ് ക്ലോസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ സമയം അത് പറയാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? കോംപ്ലക്സ് സെൻറ്റൻസ്. അതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നോട്ടിൽ എഴുതി വെക്കണേ. ദി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആർ കണക്റ്റഡ് ബൈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല. അതിനിടയിൽ എന്തുണ്ടാവും എന്നുള്ളതാണ്. ഒരു സബ് കൺജങ്ഷൻസ് വരാം. അത് ഈ കൺജങ്ഷൻസ് ഉദ്ദേശിക്കുന്നത് വൈൽ, സിൻസ്, ഓൾദോ, ഹവർ, ദോ, ഈഫ്, വെൻ, വർ, ഹു, വിച്ച്, എക്സെട്ര തുടങ്ങിയ എക്സെട്രയിലില്ല, വിച്ച് വരെയുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്? വയൽ മുതൽ വയൽ ടു വിച്ച്. അപ്പോൾ ഇതുവരെയുള്ള ഇത്രയും 1, 2, 3 അല്ലേ, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൺജങ്ഷനായിട്ട്. അപ്പോൾ ഈ വാക്കുകളെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതോ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് എണ്ണം അങ്ങനെ പറയാനുള്ള കാര്യം അത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. 12 കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 12 നിങ്ങൾ മനസ്സിൽ വരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നുള്ള മനസ്സിലാക്കാം. അപ്പോൾ ഇതിലെന്താണ് പറയുക? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇതിലേതൊക്കെ വരുന്നത്? വൈൽ, സിൻസ്, ഓൾദോ. അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു അത് പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇത് ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഇവയെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കൺജങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മൈ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡ് വെൻ ഐ പാസ്ഡ് ദ എക്സാം. ഇവിടെ നോക്കൂ നിങ്ങൾ. മൈ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡ്, എൻ്റെ സുഹൃത്തുക്കളാകെ സർപ്രൈസ് ആയിപ്പോയി അല്ലേ. വെൻ ഐ പാസ്ഡ് ദ എക്സാം, ഞാൻ എക്സാം പാസ്സായപ്പോൾ. അതെന്ത് ക്ലോസാണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മൈ ഫ്രണ്ട്സ് സർപ്രൈസ്ഡ് എന്നാൽ പിന്നെ വെൻ ഐ പാസ്ഡ് എക്സാം എന്നുള്ളത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് അല്ലേ. അതേസമയം മൈ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡോ അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ വരും, മൈ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡ്, ഐ പാസ്ഡ് ദ എക്സാം. അങ്ങനെ രണ്ടും പറയുമ്പോൾ എന്തായി? അത് രണ്ടും എന്തായി? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയി. പക്ഷേ അതിനിടയിൽ വെൻ വന്നിട്ട് ഇതിനെ കണക്ട് ചെയ്തപ്പോൾ ഒന്നെന്തായി കഴിഞ്ഞു എന്നുള്ളതാണ്, ഇൻഡിപെൻഡൻ്റ് ആയി. ഈ വെൻ അവിടെ വെച്ചുകൊണ്ടില്ലേ. ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഹിയർ മൈ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡ് അവിടെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് ബ്രാക്കറ്റിൽ. മൈ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് സെൻറ്റൻസ്. ദെർഫോർ ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. വെൻ ഐ പാസ്ഡ് ദ എക്സാം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് അറ്ററൻസ്. സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് അറ്ററൻസ് എന്ന് ശരിക്കും വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉച്ചാരണം അല്ല, ഉച്ചരിക്കൽ എന്നൊക്കെയാണ്. ആൻഡ് ഡസ് നോട്ട് കൺവേ എ സെൻസ്. അത് സെൻസ് കിട്ടുന്നില്ല നമുക്ക്. അതിൻ്റെ മീനിങ് എന്തൊക്കെ പ്രശ്നം വരും. അങ്ങനെ വെൻ ഐ പാസ്ഡ് എക്സാം, ഞാൻ എക്സാം പാസ്സായപ്പോൾ എന്ന് പറയുമ്പോൾ അർത്ഥം പൂർണ്ണമല്ല. അതുകൊണ്ടാണ് അത് സെൻസ് ഇല്ല എന്ന് പറയുന്നുള്ള കാര്യം. ദിസ് ഈസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. Though I am not well, I attend the class. Tomorrow I am going to Delhi where my parents are staying. Since it is a serious pandemic, we are advised to take care. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്തിൻ്റെ ഉദാഹരണമാണ്? കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും വരുമ്പോഴാണ് അതുണ്ടാക്കുക. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വേറൊക്കെ തുടങ്ങിയിട്ടുള്ള കൺജങ്ഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അതിന് നമ്മളത് ബന്ധിപ്പിക്കും. ഇത്രയുള്ള കാര്യങ്ങൾ അതിൽ കോംപ്ലക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. Here the sentence structure becomes complicated as the term indicates. ഇവിടെ നോക്കൂ, ഈ വാക്ക് തന്നെ ഇതിൻ്റെ ഹെഡിങ് തന്നെ എന്താ പറയുന്നത്? ടൈറ്റിൽ വരുന്നത് എങ്ങനെ തന്നെയാണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ് അല്ലേ. കോംപ്ലക്സ് ആണ് സംഭവം. അപ്പോൾ എന്താണ് ഈ കോംപ്ലക്സ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് സങ്കീർണമാണ്, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. കോമ്പൗണ്ട് കോംപ്ലക്സ് ഇവിടെ ഈ ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്ന പോലെ കോംപ്ലക്സ് ആണ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. ശ്രദ്ധിക്കണേ, എത്രയാണ് പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഏറ്റവും ചുരുങ്ങിയത് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസെങ്കിലും അതിലുണ്ടാവും. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലേ, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതെന്താകും? എന്താകുന്നത്? കോമ്പൗണ്ട് കോംപ്ലക്സ് ആവും. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്രസ് ലോങ്ങർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് തോട്ട്സ്. കുറച്ച് നീണ്ട അല്ലേ, അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ തോട്ടുകളെ കുറിച്ചൊക്കെ പറയാനാണ്. എക്സാമ്പിൾ പറയണം. എങ്ങനെയാണ്? ഐ ഡോണ്ട് ലൈക്ക് സ്നേക്സ് അല്ലേ. ഐ ഡോണ്ട് ലൈക്ക് സ്നേക്സ്. സ്നാക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ സ്നേക്ക് ആയതുകൊണ്ടാണ് പറ്റാതിരുന്നത്. ഐ ഡോണ്ട് ലൈക്ക് സ്നേക്സ് ബിക്കോസ് ദേ ആർ പോയ്സണസ്, സോ ഐ കിൽ ദം. ഇവിടെ നോക്കൂ,
ഐ ഡോണ്ട് ലൈക്ക് സ്നേക്സ്. ഇത് നമുക്ക് എന്താക്കാം, ഒരു എന്ത് ക്ലോസ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് അല്ലേ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് സ്നേക്സ്, എനിക്ക് പാമ്പുകളെ ഇഷ്ടമല്ല. സോ ഐ കിൽ ദം, അതുകൊണ്ട് ഞാൻ അവയെ കൊല്ലുന്നു. ബിക്കോസ് ദേ ആർ പോയിസണസ്. ബിക്കോസ് ദേ ആർ അവ എന്താണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം അവ പോയിസണസ് ആണ്, വിഷം ഉള്ളതാണ്, വിഷമുള്ള ജീവികളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്കത് ഐ ഡോണ്ട് ലൈക്ക് സ്നേക്സ് സോ ഐ കിൽ ദം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കംപ്ലീറ്റ് ആണ്. പക്ഷേ അതിനിടയിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വാക്ക് വരികയാണ്, ബിക്കോസ് ദേ ആർ പോയിസണസ്. അവ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് അവ ഇഷ്ടമില്ലാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പൗണ്ട് കോംപ്ലക്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മറ്റൊന്ന്, ദ ഡോഗ് ബാർക്സ് വെൻ ഇറ്റ് സീസ് എ സ്ട്രേഞ്ചർ സോ ഐ ഗോട്ട് ടു ചെക്ക് ഹൂ ഇറ്റ് ഈസ്. ദ ഡോഗ് ബാർക്സ് എന്താണ്, നായ കുരക്കാണ്. വെൻ ഇറ്റ് സീസ് സ്ട്രേഞ്ചർ, ആരെ കാണുമ്പോഴാണ്, അപരിചിതരെ കാണുമ്പോൾ അത് കുരക്കുന്നുണ്ട്. സോ ഐ ഗോട്ട് ടു ചെക്ക് ഹൂ ഇറ്റ് ഈസ്. അപ്പോൾ ആരാണെന്ന് നോക്കാൻ പോട്ടെ എന്നാ അല്ലേ, പുറത്ത് പോയോ കേട്ടെ ആരാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് അതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചില, അതായത് ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ ഒക്കെ മിക്സ്ചറാണ്, അതായത് മിശ്രിതമായിട്ടാണ് എന്ത് കാണുന്നത്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഫ്രേസസ് ആൻഡ് ടൈപ്സ് ഓഫ് ഫ്രേസസ് പറയുന്നുണ്ട്. എ ഫ്രേസ് ഈസ് എ ബ്രീഫ് എക്സ്പ്രഷൻ, ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ, എന്താണ് ഫ്രേസ് എന്നുള്ളതൊക്കെ. എ ഫ്രേസ് ഈസ് എ ബ്രീഫ് എക്സ്പ്രഷൻ. ഇറ്റ് ക്യാൻ ബി എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ബട്ട് അൺലൈക്ക് സെൻറ്റൻസ് എ ഫ്രേസ് ഹാസ് നോ കോമ്പിനേഷൻ ഓഫ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഫ്രേസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. എന്താണത്, അതൊരു ഒരു എക്സ്പ്രഷനാണ് അല്ലേ, ചെറിയ രൂപത്തിലുള്ള എക്സ്പ്രഷനാണ്. അതെന്തായിരിക്കാം, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കാം. പക്ഷെ എന്തുപോലെയല്ല, സെൻറ്റൻസ് പോലെ. സെൻറ്റൻസിൽ എന്തുണ്ടാവും, അവിടെ ഒരു സബ്ജക്റ്റ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഇത് പോകാറുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, അതങ്ങനെ ഒരു നിയമം അവിടെ ഇല്ല. എന്ത് വേണം, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് വേണം എന്നുള്ളൊരു നിയമം അതിനില്ല. അപ്പോൾ എങ്ങനെയുള്ളൊരു വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫ്രേസ് എന്ന് പറയാൻ പറ്റും. എന്താ പറയാം, ഫ്രേസ്. Therefore it cannot stand as independent and unit like a sentence. അതുകൊണ്ട് തന്നെ എന്തായില്ല, അതൊരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആയിട്ട് അതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. ഒരു സെൻറ്റൻസ് പോലെ അല്ലേ, സെൻറ്റൻസ് പോലെ കാണാൻ സാധ്യമല്ല. ഇറ്റ് ഹാസ് എ സെൻട്രൽ എലമെൻറ്റ് നോൺ ആസ് ഹെഡ്. അപ്പോൾ അതിനൊരു സെൻട്രൽ എലമെൻ്റ് ഉണ്ട്, അതിന് നമ്മൾ എന്താ പറയുക, ഹെഡ് എന്ന് പറയാം. എന്താ പറയുക, ഹെഡ്. ബ്ലൂ ഷർട്ട് ആൻഡ് ഗോ. എന്താ പറഞ്ഞത്, ബ്ലൂ ഷർട്ട് ആൻഡ് ഗോ ക്വിക്ക്ലി ആർ ഫ്രേസസ്, ബട്ട് ദീസ് ആർ നോട്ട് കംപ്ലീറ്റ് സെൻറ്റൻസസ്. ഇവിടെ നോക്കൂ, ഒരു ഫ്രേസിന് ഉദാഹരണം പറയാം. വാക്കുകളുടെ കൂട്ടാണ്. ബ്ലൂ എന്നുള്ളൊരു വാക്കാണ്, ഷർട്ട് വേറെ ഒരു വാക്കാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വന്നു, ബ്ലൂ ഷർട്ട് ഫ്രേസാണ്. ആൻഡ് ഗോ ക്വിക്ക്ലി, വേഗം പോവുക. ആര് പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ആരോട് പോകാൻ പറയുന്നു ഒന്നും നമുക്ക് വ്യക്തമല്ല അവിടെ അല്ലേ. ഗോ ക്വിക്ക്ലി, വേഗം പോവുക, വേഗം പോവുക. ഇങ്ങനെയുള്ള ചില വാക്കുകളെ ഇവിടെ വെച്ചിട്ടുണ്ട്, ബ്ലൂ ഷർട്ട് ആൻഡ് ഗോ ക്വിക്ക്ലി. അതുകൊണ്ട് ഇത് ഫ്രേസ് ആണ്. ബട്ട് ദീസ് ആർ നോട്ട് കംപ്ലീറ്റ് സെൻറ്റൻസ്. പക്ഷേ ഇത് സെൻറ്റൻസ് ആണോ, അല്ല അല്ലേ. സെൻറ്റൻസ് ആണെന്ന് വെച്ചാൽ അല്ല, എന്തെങ്കിലും സെൻറ്റൻസ് അല്ല, കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല. അതായത് നമുക്കത് വ്യക്തമാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ വാക്കുകളുടെ കൂട്ടം നമുക്ക് എന്ത് പറയാം, ഫ്രേസ് എന്ന് പറയാം. എ ഫ്രേസ് ഹാസ് സെവറൽ ഫങ്ഷൻസ് ഇൻ എ സെൻറ്റൻസ് ആൻഡ് ദീസ് ഫങ്ഷൻസ് ആർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് സ്ട്രക്ചർ. ഒരു ഫ്രേസിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇവ സെൻറ്റൻസ് അല്ലാതെങ്കിൽ പോലും കാരണം ഇത്തരം ഫ്രേസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പലപ്പോഴും സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട് സെൻറ്റൻസിൽ എന്നുള്ളതാണ്. ദ ഫോളോവിങ് ആർ ദ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രേസസ്. താഴെ കാണുന്ന ചില പ്രധാനപ്പെട്ട ഫ്രേസുകളെയാണ് നമുക്ക് പരിചയപ്പെടാം. നോൺ ഫ്രേസ്. എന്താ നോൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ, ഹിയർ ദ നൗൺ ഓർ പ്രൊനൗൺ ഈസ് ദ ഹെഡ് വേർഡ്. ഇവിടെ എന്തുണ്ട്, ഹെഡ് വേർഡ് ഉണ്ട് ഇവിടെ. അതായത് ഒരു സെൻറ്റൻസിലെ അതിൽ പ്രധാനപ്പെട്ട വാക്ക് അവിടെ എന്തായിരിക്കും, ഹെഡായിട്ട് നിൽക്കുന്ന വാക്ക് അവയായിരിക്കും. അതുകൊണ്ട് അവയെ നമ്മളെന്ത് പറയും, അത്തരം വാക്കുകളെ നൗൺ ഓർ പ്രോനൗൺ ആയിട്ട് വരണമെങ്കിൽ അവയുടെ ഹെഡ് വേർഡ് എന്തായിരിക്കും, ആ വാക്ക് നൗണോ പ്രോനൗൺ ആയിട്ടുള്ള വാക്കുകളായിരിക്കും. ഇറ്റ് മേ ബിഗിൻ വിത്ത് എ ഡിറ്റർമിനർ ലൈക്ക് എ ആൻഡ് ഓർ ദ അല്ലേ. എ ആൻഡ് ഓർ ദ നമുക്ക് ആർട്ടിക്കിളായിട്ടാണ് പറയാം. ഇവിടെ അതിന് പറയുന്ന വാക്ക് എന്താണ്, ഡിറ്റർമിനർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് മേ ബിഗിൻ വിത്ത്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് വാക്കുകളൊക്കെ നമ്മൾ ഒരു പക്ഷേ എന്തുകൊണ്ട് തുടങ്ങാം, എ കൊണ്ടോ ആൻ കൊണ്ടോ ദ കൊണ്ടോ തുടങ്ങാം. എ നൗൺ ഫ്രേസ് ഫങ്ഷൻസ് ലൈക്ക് എ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഓർ ആൻ ഒബ്ജക്റ്റ്. ഒരു നൗൺ ഫ്രേസ് നമ്മൾ എന്തായിട്ടാണ് കാണുക, സബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഫങ്ഷൻസ് ലൈക്ക് എ സബ്ജക്റ്റ് ഓഫ് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിക്കൊണ്ട് പലപ്പോഴും ഇവയെ നമുക്ക് കാണാൻ പറ്റും, നൗൺ ഫ്രേസിനെ. ഓർ ആൻ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താക്കുക ഒബ്ജക്റ്റ്. അവിടെ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഷീ വേഴ്സ് എ ബ്ലൂ സാരി അല്ലേ. ഷീ വേഴ്സ് എ ബ്ലൂ സാരി. അവൾ ധരിക്കുന്നത് നീല സാരിയാണ്. അവിടെ എന്താണ്, നീല സാരി എന്നുള്ളത് എന്താണ്,
എ ബ്ലൂ സാരി എന്നുള്ള ഒബ്ജക്റ്റാണ്. സൗണ്ടല്ല, ബ്ലൂ സാരി എന്നുള്ള ഒബ്ജക്റ്റാണ്. അതേസമയം ദ ടീച്ചർ ഈസ് സ്മാർട്ട്. ദ ടീച്ചർ, അവിടെ നമുക്ക് സബ്ജക്റ്റ് ആരെ പറയാൻ പറ്റും? ദ ടീച്ചർ എന്ന, ടീച്ചർ മാത്രമല്ല ദ ടീച്ചർ. അതാണ് നേരത്തെ പറഞ്ഞ് എ ഒന്നുണ്ടോ അവിടെ എ ബ്ലൂ സാരി എന്ന് പറയുമ്പോഴാണ് ഒബ്ജക്റ്റ്. ഇതിൽ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ സാരി എന്ന് മാത്രമല്ല, നമുക്ക് എന്ത് പറയേണ്ടി വരും? എ ബ്ലൂ സാരി. അപ്പോൾ എ മുതൽ ബ്ലൂ സാരിയൊക്കെ അതിൽ വരുന്നുണ്ട്, എ ബ്ലൂ സാരി. അതേപോലെ ഇവിടെ സബ്ജക്റ്റ് വരുന്നുണ്ടല്ലോ, ദ ടീച്ചർ എന്നാണ് ശരിക്കും സബ്ജക്റ്റ്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, ഹെഡ് വേർഡ് ആയിട്ടുള്ള ദ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദ ടീച്ചർ എന്ന് തന്നെയാണ് സബ്ജക്റ്റിൽ വരേണ്ടത്. ഇതാണ് നൗൺ ഫ്രേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വേർബ് ഫ്രേസ് എങ്ങനെ വരുന്നത്? എ വേർബ് ഫ്രേസ് ഈസ് എ യൂണിറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻ വേർബ് ആൻഡ് ആൻ ഓക്സിലറി വേർബ്. ഇവിടെ ഇനി വേർബ് ഫ്രേസ് ഉപയോഗിക്കുന്നത് അതിലെന്തുണ്ടാവും? ഒരു വെർബ് അതിലുണ്ടാവും, പിന്നെ ഒരു ഓക്സിലറി വെർബ്. ഓക്സിലറി അറിയാലോ, എന്താ? സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയകളാണ്. നമ്മളത് ഈസ്, വാസ്, അല്ലേ, ഹാസ്, ഹാവ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്സിലറി വെർബാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വേർബ് ഫ്രേസ് ഈസ് എ യൂണിറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെയിൻ വെർബ് ആൻഡ് ആൻ ഓക്സിലറി വെർബ്. ഒരു മെയിൻ വെർബിനെയും ഒരു ഓക്സിലറി വെർബിനെയും ഉൾക്കൊള്ളുന്നതാണെന്നുള്ളത് ഒരു ഫ്രേസ്, വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇൻ ദ സെൻറ്റൻസ് ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഡേ, ഈസ് ആൻ ഓക്സിലറി ആൻഡ് ഗോയിങ് ഈസ് എ മെയിൻ വെർബ്. ഇവിടെ നോക്കൂ, ഈ വാക്ക് ശ്രദ്ധിക്കണം. ഇവിടെ ഈസ് ഇങ്ങനെ വരുന്നത് ആ സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈസ് അല്ല, അതുകൊണ്ടാണ് അത് എന്താ കൊടുത്തത്? ഇൻവേർട്ടൽ കോമയൊക്കെ കൊടുത്തത്. ഇൻ ദ സെൻറ്റൻസ് ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഡേ. ഈ ടുമോറോ ഈസ് ഇവിടെ സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് ഈസ് ഗോയിങ് ടു, ഈസ് ഗോയിങ് അതായത് നാളെ പോവുക എന്നുള്ള പ്രയോഗമാണ്. നാളെ അങ്ങനെ പോകൂല, അല്ലേ, നമുക്കറിയാം. ഇപ്പോൾ ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ്, നാളെ ഒരു നല്ല ദിവസം പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നാളത്തെ ദിവസം നല്ല പ്രതീക്ഷയുള്ള ദിവസം, നല്ല ദിവസമായിരിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈസ് ആൻ ഓക്സിലറി കേട്ടോ, അതാണ് പറഞ്ഞത്. ഈസ് എന്ന് കൊടുത്തത്, ആ ഈസ് എന്നുള്ളത് സെൻറ്റൻസിലെ ഈസാണ്, പിന്നെ ഈസ് ആൻ ഓക്സിലറി. അപ്പോൾ ഇവിടെ ഇൻവേർട്ട് കോമി കൊടുത്താണ് സെൻറ്റൻസിലുള്ള ഈസ്. അപ്പോൾ ഇവിടെ ഇതിൽ വരുന്ന ഈസ് എന്നുള്ളത് എന്താണ്? ഓക്സിലറിയാണ്. ഈ ഓക്സിലറി നേരത്തെ പറഞ്ഞ ഈസ്, ആം, ആർ എന്നൊക്കെ പറഞ്ഞില്ലേ, വാസ്, വേറ്, ഹാസ്, അതൊക്കെ ഓക്സിലറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്, സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇത് പറയുമ്പോൾ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് സെൻറ്റൻസ് ഉണ്ടാക്കുവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹീ ഈസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്തപ്പോൾ എന്താണ്? ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, അവിടെ സബ്ജക്റ്റ് ഉണ്ട്, അല്ലേ, അവിടെ വെർബ് എന്ന് വെച്ചാൽ ശരിക്കും അതിലില്ല. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഈസ്. ഒരു വെർബായിട്ട് പറയാം, അത് മെയിൻ വെർബല്ല, അവിടെ എന്താണ്? സഹായിക്കാൻ ഉപയോഗിക്കുന്ന വെർബാണ്. അതുകൊണ്ടാണ് ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, അവൻ വിദ്യാർത്ഥിയാകുന്നു എന്ന് പറയുന്ന ഈസാണ് അവിടെ എന്തെന്നുള്ളത് ഹെൽപ്പിംഗ് വെർബ്. അപ്പോൾ ഇതാണ് ഓക്സിലറി. ഹെൽപ്പിംഗ് വെർബ് എന്നതിന് വേറെ രൂപമാണ് ഓക്സിലറി വെർബ് കേട്ടോ. രണ്ടും ഒരുമിച്ച് ഒരർത്ഥം കിട്ടുന്ന വാക്കുകളാണ് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ ഇവിടെ എന്താ? ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഡേ, ഈസ് ആൻ ഓക്സിലറി ആൻഡ് ഗോയിങ് ഈസ് ദ മെയിൻ വെർബ്. ഇവിടെ ഗോയിങ് എന്നുള്ളൊരു വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ. ഗോ എന്നുള്ള മെയിൻ വെർബ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ അതായത് അതിൻ്റെ എന്താണ്? ING ഫോമാണ് ഗോയിങ് എന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈസ് എന്നുള്ളത് എന്താണ്? അത് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നു, ഗോയിങ് എന്നുള്ളത് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, സെൻറ്റൻസ് ഇതാണ്, ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഡേ. ബാക്കിയുള്ളിടത്തൊന്നും ഒരു വെർബ് കാണുന്നില്ല നമ്മൾ, അല്ലേ. ഈ ബി എന്നുള്ളത് പിന്നെ ബേസ് ഫോമാണ് കേട്ടോ. ഈസിൻ്റെയും വാസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും ഒക്കെ ബേസ് ആയിട്ട് വരുന്നതാണ് ബി എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്തായിട്ടാണ്? ടു ബി എന്നുള്ള പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ബി ഉപയോഗിച്ചിട്ടുള്ളത്. ടു ബി അങ്ങനെ ആയിരിക്കുക എന്നുള്ളതിൻ്റെ പ്രയോഗം. ഓക്കെ, അതല്ലാതെ വെറും ബി മാത്രം ഉപയോഗിച്ചാണെങ്കിൽ അതിൻ്റെ ബേസ് ഫോമായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. ടുമോറോ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഡേ, നാളെ ഒരു നല്ല ദിവസമായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഗോയിങ് എന്നുള്ളത് മെയിൻ വെർബും അതുപോലെ ഈസ് ഓക്സിലറി വെർബുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈസ്, വാസ്, നേരത്തെ പറഞ്ഞ ഹാസ്, ഹാവ് ഒക്കെ പിന്നെ ആം, ആറൊക്കെ വരികയാണെങ്കിൽ അത് എന്താണ്? ഓക്സിലറി എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ തീരുന്നില്ല. ഓക്കെ, ഇനി മറ്റൊന്ന് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അതവിടെ എന്തായിരിക്കും ഹെഡ് വേർഡ് ആയിട്ട് വരിക? അഡ്ജക്റ്റീവ് ആയിരിക്കും, അല്ലേ. ഇൻ അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് അഡ്ജക്റ്റീവ് ഇസ് ദ ഹെഡ് ഓഫ് ദ ഫ്രേസ്. ഫ്രേസിൻ്റെ ഹെഡായിട്ട് എന്ത് വരും? അഡ്ജക്റ്റീവ് വരും. ഇറ്റ് മോഡിഫൈസ് എ നൗൺ ഓർ എ പ്രൊനൗൺ. ഇത് എന്തിനായിരിക്കും? അഡ്ജക്റ്റീവ് വാക്കിനർത്ഥം എന്താ? വിശേഷണം കൊടുക്കുകയാണ്, അല്ലേ. ഇപ്പോൾ ഒരു മാൻ, എങ്ങനത്തെ ഒരു മനുഷ്യൻ, എങ്ങനത്തെ ആളാണ്? ഓൾഡ് മാൻ, ഒരു വയസ്സായിട്ടുള്ള മനുഷ്യൻ. ഗേൾ, അല്ലേ, എ പ്രറ്റി ഗേൾ, സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി. ഇങ്ങനെയൊക്കെയുള്ള നമ്മളൊരു വസ്തുവിനെ ഒരു ഏതൊരു നൗണിനെയും നമ്മളിപ്പോൾ എന്താണ് പറയാം? എ റോസ്, അല്ലേ, എ ബ്യൂട്ടിഫുൾ റോസ്. അപ്പോൾ ഒരു പേരിനെ അതിന് പിന്നെ എന്താ പറയുക, വിശേഷണം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എന്താ പറയുക? അഡ്ജക്റ്റീവ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സെൻറ്റൻസുകളിലൊക്കെ എന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആയിരിക്കും ഹെഡ് വേർഡായിട്ട് വരാം. ഇറ്റ് മോഡിഫൈസ് എ നൗൺ ഓർ പ്രോനൗൺ. അപ്പോൾ നൗണിനെയോ പ്രോനൗണിനെയാണ് ഇത് മോഡിഫൈ ചെയ്യാം, അല്ലേ, അതിന് വിശേഷണമായിട്ട് കൊടുക്കാം.
ഇൻ ദ സെൻറ്റൻസ് ഷീ ഹാസ് എ സ്ട്രോങ് വിൽ പവർ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഷീ എന്നുള്ള ആ സബ്ജക്റ്റിനെ എന്ത് ചെയ്താണ്, അതിനൊരു ആ ആളെങ്ങനത്തെ ആളാണെന്നുള്ള അറിയോ, വിൽ പവർ സ്ട്രോങ് ആണ് അല്ലേ, നല്ല വിൽ പവറാണ്. അപ്പോൾ വിൽ പവർ എന്ന മനഃശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് വിൽ പവറുള്ള ആളാണ്. അപ്പോൾ അവൾക്ക് എന്നുള്ള വിശേഷണം എന്താണ്, അവളുടെ വിശേഷണം എന്താണ്, വിൽ പവറാണ്. അപ്പോൾ അത് ദ അഡ്ജക്റ്റീവ് സ്ട്രോങ്, ഈ സ്ട്രോങ് എന്നുള്ള അഡ്ജക്റ്റീവ് എന്തെയാണ്, പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനെയാണ്, വിൽ പവറിനെയാണ്. അപ്പോൾ വിൽ പവർ എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി, അപ്പോൾ അല്ലെങ്കിൽ ഷീ എന്നുള്ള ആ നൗണിനെ ഒക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തുള്ളത്, ഈ പിന്നെ അഡ്ജക്റ്റീവായിട്ടുള്ള സ്ട്രോങ്. എന്ത് വിൽ പവറാണ് അവൾക്കുള്ളത്, സ്ട്രോങ് വിൽ പവർ അല്ലേ. ആർക്കാണത്, അവൾക്കാണുള്ളത്. അപ്പോൾ ഈ അവൾ എന്നുള്ള നൗൺ അല്ലെങ്കിൽ വിൽ പവർ എന്നുള്ള നൗണിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഷീ ഹാസ് അല്ലെങ്കിൽ ഷീ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണത്, അഡ്ജക്റ്റീവാണ്. ഷീ സ്ട്രോങ് അല്ലേ, അവൾ നല്ല സ്ട്രോങ് ആണെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വിൽ പവർ, ഇവിടെ രണ്ട് നൗണുണ്ട്, ഷീ എന്നും നൗണാണ്, വിൽ പവർ എന്നും നൗണാണ്. ഷീ എന്നുള്ളത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നതാണ്, എന്താ പറയുക, സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്, സ്ട്രോങ്ങിനെയാണ്. എന്താണ് സ്ട്രോങ് ചെയ്യുന്നത്, വിൽ പവറിനെയാണ് സ്ട്രോങ് ആക്കുന്നത് അല്ലേ. അപ്പോൾ നൗണായിട്ടുള്ള വിൽ പവറിനെ. അപ്പോൾ ഈ നൗണിനെയോ പ്രോനൗണിനെയോ ആണ് എന്താകാറുള്ളത്, എന്ത് ചെയ്യാറുള്ളത്, ഈ പിന്നെ അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കാറുള്ളത് എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ വിശേഷിപ്പിക്കാൻ അഡ്ജക്റ്റീവ് വയ്ക്കുന്നത്. ഇവിടെ നോക്കൂ, ഹീ ഹാസ് എ ത്രെറ്റനിങ് വോയിസ് അല്ലേ. ത്രെറ്റനിങ് വോയിസ്, എന്ത് വോയിസ് ഉള്ളത്, ഭീഷണിപ്പെടുത്തുന്ന സ്വരമാണ് അയാൾക്കുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഷീ ഹാസ് ആൻ എക്സ്പെൻസീവ് കാർ. കാർ എന്നുള്ളതാണ് നൗണാണ്. ആ എന്ത് തരത്തിലും കാറാണ്, എക്സ്പെൻസീവാണ്, വളരെ വിലപിടിപ്പുള്ള കാറാണ്. നേരത്തെ പറഞ്ഞ പോലെ വോയിസ് എന്താണ്, ശബ്ദമാണ് അല്ലേ, അതിനെ എന്ത് ചെയ്യാണ്, വിശേഷിപ്പിക്കുന്നത് ത്രെറ്റനിങ് വോയിസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭാഗം. പിന്നെ ആഡ്വർബ് ഫ്രേസ് ഉണ്ട്. ഇതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻ ആഡ്വർബ് ഫ്രേസ് ദ ആഡ്വർബ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഫ്രേസ്. ഇത് സംശയിക്കാതെ ഇതിൽ നിന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക്. ആഡ്വർബ് ഫ്രേസ്, നോൺ ഫ്രേസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹെഡ് എന്തായിട്ടായിരിക്കും, ആ പറഞ്ഞ കാര്യമായിരിക്കും. ഇവിടെ ആഡ്വർബ് ഫ്രേസ് ആയിരിക്കുമ്പോൾ ഹെഡ് ആഡ്വർബാണ്, അത്രയേ ഉള്ളൂ. ഈസ് ദ ഹെഡ് ഓഫ് ദ ഫ്രേസ്. An adverb describes an adjective or a main verb or another adverb in a sentence. ഇവിടെ adverb എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജക്റ്റീവിനെ വിശദീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെയിൻ വെർബിനെ വിശദീകരിക്കുന്നുണ്ട്, അനദർ ആഡ്വർബിനെ അല്ലെങ്കിൽ മറ്റൊരു ആഡ്വർബിനെയാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആഡ്വർബ്. ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. ഇവിടെ ആഡ്വർബ് എന്തിനാണ് മോഡിഫൈ എന്ന് നോക്കൂ. ഡാൻസസ്, ഇവിടെ നേരത്തെ പറഞ്ഞില്ല, നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്, വെർബിനെ വിശേഷിപ്പിക്കണം എന്നാണ് ആഡ്വർബ് കേട്ടോ, മാറിപ്പോയതേ. ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി, അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു. ദ ആഡ്വർബ് ബ്യൂട്ടിഫുള്ളി മോഡിഫൈസ് ദ വെർബ്. ഇവിടെ എന്തിനാണ് മോഡിഫൈ ചെയ്യുന്നത്, ദ ആഡ്വർബ് ബ്യൂട്ടിഫുള്ളി വെർബിനെയാണ്. അതായത് ഷീ ഡാൻസസ് അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു, വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യുക എന്നുള്ള ഇവിടുത്തെ വെർബ് ഉണ്ടല്ലേ, ആ വെർബിനെയാണ് എന്ത് ചെയ്തത്, ഈ ബ്യൂട്ടിഫുള്ളി എന്നുള്ള ആഡ്വർബ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി നന്നാക്കിയെടുത്തത്. ഡാൻസ് ചെയ്യുന്നത് മാത്രമല്ല അവൾ, പക്ഷെ എങ്ങനെ ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്, ബ്യൂട്ടിഫുള്ളി നന്നായിട്ട് മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ഈ വെർബിനെയാണ് ഇവിടെ എന്ത് ചെയ്തത്, ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ വിശേഷണം കൊടുത്ത്. മറ്റേ നൗണിനെയും പ്രോനൗണിനെയും വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവാണ്, വെർബിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, ആഡ്വർബാണ്, അത് മാറിപ്പോകരുത്. പിന്നെ ഇവിടെ നെക്സ്റ്റ്, ഹീ പ്ലേസ് എക്സ്ട്രീംലി വെൽ. ഉണ്ടോ, പ്ലേ എന്നുള്ള വാക്കാണ്, അത് നന്നായി കളിക്കുന്നു അല്ലേ, വളരെയധികം നന്നായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള. എക്സ്ട്രീംലി വെല്ലാണ് എന്താണെന്നുള്ളത്, കളിക്കുക എന്നുള്ളതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത്. ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായി പാടുന്നു, മനോഹരമായിട്ട് പാടുന്നു. അപ്പോൾ പാടുക എന്നുള്ള വെർബിനെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന വാക്കുകൊണ്ട് മോഡിഫൈ ചെയ്തു, ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ്, ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പോസിഷനായിരിക്കും ഹെഡ് വേർഡായിട്ട് വരാം അല്ലേ. ഫ്രേസ് കൺസിസ്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ. പിന്നെ അവിടെ പ്രിപ്പോസിഷൻ വരുമ്പോൾ എന്തൊക്കെയുണ്ട്, പ്രിപ്പോസിഷൻ കണക്ട് ദ പീപ്പിൾ, ഒബ്ജക്ട്സ്, ടൈം ആൻഡ് ലൊക്കേഷൻ ഓഫ് എ സെന്റൻസ് ബൈ എക്സ്പ്രസിംഗ് പൊസിഷൻ ആൻഡ് മൂവ്മെൻറ്റ്, പൊസിഷൻ ആൻഡ് ടൈം. ഈ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പ്രിപ്പോസിഷൻ നമ്മൾ ടൈമിന് വേണ്ടി ഉപയോഗിക്കും അല്ലേ. ഇപ്പോൾ ടൈമിന് മുമ്പ് നമ്മൾ എന്താ പറയാറുള്ളത്, അറ്റാണല്ലോ പറയാറുള്ളത് അല്ലേ. ടൈമിന് മുമ്പ് എന്ത് പറയും, അറ്റ് പറയും. അതുപോലെ എന്തിനു മുമ്പിൽ, അതുപോലെ പ്ലേസിന് മുമ്പിൽ എന്ത് പറയും നമ്മൾ, അറ്റോ അല്ലെങ്കിൽ ഇന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താ പറയുക, പ്രൊപ്പോഷൻ എന്താണെന്ന് അറിയാലോ അല്ലേ. ഇന്ന്, അറ്റ്, ഓണ്, അണ്ടർ തുടങ്ങിയ കുറേ വാക്കുകളൊക്കെ നമ്മൾ പ്രൊപ്പോഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ടൈം ആൻഡ് ഒക്കേഷൻ ഓഫ് എ സെൻറ്റൻസ് ബൈ എക്സ്പ്രസിങ് പൊസിഷൻ ആൻഡ് മൂവ്മെൻറ്റ്. ഇതിനൊക്കെ സൂചിപ്പിക്കാനാണ്, പൊസിഷനെ പറയാൻ, മൂവ്മെൻറ്റിനെ പറയാൻ പൊസിഷൻ, ആൻഡ് ടൈം അധീനപ്പെടുത്താനുള്ള അർത്ഥത്തിലാണ് പൊസിഷൻ ഉപയോഗിക്കുന്നത്. ഈ ടൈമിനെ പറയാം. ടീം ഇന്ത്യ ഈസ് ലീവിംഗ് ടു പ്ലേ ക്രിക്കറ്റ് ഇൻ ഓസ്ട്രേലിയ. ഹിയർ ടു പ്ലേ ഇസ് ദ പ്രിപ്പോസിഷൻ
പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇവിടെ ടു പ്ലേ എന്നുള്ള അല്ലേ, ടു പ്ലേ. ടീം ഇന്ത്യ ഈസ് ലീവിങ് ടു പ്ലേ, ലീവിങ് ടു പ്ലേ ഉണ്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഉപയോഗിച്ചത്? ടു പ്ലേ ഇൻ ഓസ്ട്രേലിയ അല്ലേ, ഇൻ പിന്നെ ഒരു പ്രിപ്പോസിഷനാണ്. ഇൻ ഓസ്ട്രേലിയ കളിക്കാൻ വേണ്ടി ടീം ഇന്ത്യ പോകുന്നു. പിന്നെ ടീം ഇന്ത്യ പ്ലേഡ് വെൽ ഓൺ ദ ഫൈനൽ, വെൽ ഓൺ ദ ഫൈനൽ. അവിടെ എന്താണ്? ഓൺ ദ ഫൈനൽ അല്ലേ, ഓണാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്താ പറയുക പ്രിപ്പോസിഷണൽ ഫ്രേസസ്. പാർട്ടിസിപ്പിൾ ഫ്രേസസ് ഉണ്ട്. പാർട്ടിസിപ്പിൾ ഫ്രേസ് എന്താ പറയുക ഉദ്ദേശിക്കുന്നത്? പാർട്ടിസിപ്പിൾ ഫങ്ഷൻ ആസ് എൻ അഡ്ജക്റ്റീവ്. ഇവിടെ പാർട്ടിസിപ്പിൾ ആണ് എന്തായിട്ട് പിന്നെ കാണിക്കുന്നത്, അഡ്ജക്റ്റീവിനെ കാണിക്കുന്നത് പാർട്ടിസിപ്പിൾ. റൂയിൻഡ് ബൈ decaying, the house was collapsed. Here the participle is ruined, that describes the noun house. അപ്പോൾ ഇവിടെ എന്താണ്? ദ ഹൗസ് ഈസ് റൂയിൻഡ് എന്നാണ് അല്ലേ, ഹൗസ് ഈസ് റൂയിൻഡ് അതാണ് അവിടെ പാർട്ടിസിപ്പിൾ. നമുക്കറിയില്ല മൂന്നാമത്തെ അല്ലേ, നമ്മളെന്താ പറയുക വെർബിൻ്റെ മൂന്നാമത്തെ രൂപം റൂയിൻ, 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 റൂയിൻഡ്, റൂയിൻഡ് എന്ന് പറയുന്ന. ഗോ, വെൻറ്റ്, ഗോൺ എന്ന് പറയുന്നതിൽ ഗോണ് അല്ലെ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്ന് പറയുന്നതിൽ ഈറ്റൺ. ഇതൊക്കെ എന്താണ് പറയുക പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട് നമ്മൾ പറയാറുള്ളത്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒന്നും കൺഫ്യൂഷൻ ആകരുതേ. റൂയിൻഡ് ബൈ ഡീക്കേയിങ്, ദ ഹൗസ് വാസ് കൊളാപ്സ്ഡ് അല്ലെ, ഇവിടെ കൊളാപ്സ്ഡ് എന്ന് തന്നെയാണ് പാർട്ടിസിപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹിയർ ദ പാർട്ടിസിപ്പിൾ ഈസ് റൂയിൻഡ്, ഇവിടെ ഹൗസ് ഈസ് റൂയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ദ പാർട്ടിസിപ്പിൾ ഈസ് റൂയിൻഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ നൗൺ ഹൗസ്. ഹൗസിനെ, ഹൗസ് എവിടെ എന്താണ് നശിച്ചത്? ഹൗസാണ്. അപ്പോൾ ഹൗസിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റൂയിൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പിളായിട്ടാണ് പറയുന്നത്. ഡ്രൈവിംഗ് ദ കാർ ഹി വിസിറ്റ്സ് ദ സ്പോട്ട് അല്ലെ, ഡ്രൈവിംഗ് ദ കാർ ഹി വിസിറ്റ്സ് ദ സ്പോട്ട്. ബ്രോക്കൺ ബൈ ദ വിൻഡ്, ഇവിടെ എന്താണ് ബ്രോക്കൺ എന്നുള്ള വാക്ക് അല്ലേ. ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ഫെൽ ഓൺ ദ റോഡ്, ബ്രോക്കൺ ബൈ ദ വിൻഡ്, വിൻഡിനാൽ തകർന്ന, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ ഫ്രേസ്. ഇനി എന്താണുള്ളത്? ഇൻഫിനിറ്റീവ് ഫ്രേസാണ്. ദിസ് ഫ്രേസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റീവ്. വെൻ ദ പ്രിപ്പോസിഷൻ ടു ഈസ് അറ്റാച്ച്ഡ് ടു എ വെർബ് ഇറ്റ് ഈസ് നോ ലോങ്ങർ എ പ്രിപ്പോസിഷൻ, റാദർ ഇറ്റ് ബിക്കംസ് ടു ഇൻഫിനിറ്റീവ്. ഇറ്റ് യൂഷ്വലി സെർവ്സ് ആസ് നൗൺസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ ഈ ടു നമ്മൾ എന്തേലും പറയാറുണ്ട് നൗണായിട്ട്, പിന്നെ എന്താ പറയുക നമ്മൾ, അതായത് വെൻ ദ പ്രിപ്പോസിഷൻ ടു ഈസ് അറ്റാച്ച്ഡ് ടു എ വെർബ്. ഈ ടു എന്നുള്ളത് നമ്മളൊരു വെർബിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ അതെന്താകുന്നില്ല, പ്രിപ്പോസിഷൻ ആകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ടു സാധാരണ പ്രിപ്പോസിഷനായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ടു അതായത് പിന്നെ നേരത്തെ പറഞ്ഞ അറ്റ്, ഇറ്റ്, അറ്റ്, പിന്നെ ഓൺ, ഇൻ എന്നൊക്കെ പറഞ്ഞതിലൂടെ ടു നമ്മൾ പറയുന്ന പ്രിപ്പോസിഷനായിട്ടാണ്. പക്ഷെ ഇവിടെ ചിലപ്പോൾ നമ്മൾ ടു വെർബിന് മുമ്പ് ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കണം, എന്തിനു മുമ്പ് ഉപയോഗിക്കാറുണ്ട്? വെർബിന് മുമ്പ് ഉപയോഗിക്കാറുണ്ട്. ടു ഗോ പോകാൻ, ടു ഈറ്റ് തിന്നാൻ അല്ലേ, ടു റൈറ്റ് എഴുതാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അതെന്തല്ല, പ്രിപ്പോസിഷൻ അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാണ്ടല്ലോ. അവിടെ നമ്മളപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരെന്താണ്? ടു ഇൻഫിനിറ്റീവ്. എന്താ പേര്? ടു ഇൻഫിനിറ്റീവ്. അവിടെ മറന്നു പോകരുത്. ടു എന്നുള്ള അവിടെ പ്രിപ്പോസിഷൻ അല്ല, ടു ഇൻഫിനിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ടുവിന് ശേഷം ഒരു വെർബാണ് വരുന്നതെങ്കിൽ നമ്മളതിന് കൊടുക്കുന്ന പേര് ടു ഇൻഫിനിറ്റീവ് എന്നുള്ള. അതായത് ടു അവിടെ എന്തായിട്ടുള്ള പ്രിപ്പോസിഷൻ അല്ല എന്ന് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ഇനി നോക്കുക. ദിസ് ഫ്രേസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റീവ് വെൻ ദ പ്രിപ്പോസിഷൻ ടു ഈസ് അറ്റാച്ച്ഡ് ടു എ വെർബ്. ഈ ടു ഒരു വെർബിനോട് കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോ ലോങ്ങർ എ പ്രിപ്പോസിഷൻ. അതെന്തല്ല, പ്രിപ്പോസിഷൻ അല്ല, റാദർ ഇറ്റ് ബിക്കംസ് ടു ഇൻഫിനിറ്റീവ്. അതിന് നമ്മളെന്ത് പറയും? ടു ഇൻഫിനിറ്റീവ് എന്നാണ് പറയാറുള്ളത്. ഇറ്റ് യൂഷ്വലി സെർവ്സ് ആസ് എ നൗൺ. എന്തായിട്ടാണ് അവിടെ പറയാം? നൗണിൻ്റെ സ്ഥാനത്താണ്. ടു ഗെറ്റ് എ ജോബ്, ഒരു ജോലി കിട്ടാൻ അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ടു ഗെറ്റ് എ ജോബ് ഈസ് ദ ഡ്രീം ഓഫ് യങ്സ്റ്റേഴ്സ്. യങ്സ്റ്റേഴ്സിൻ്റെ ഡ്രീം ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ കിട്ടുക എന്ന് അർത്ഥമല്ല, ടു ഗെറ്റ് കിട്ടുക. അത് സെൻട്രലാണ് ഇത് വരുന്നെങ്കിലോ പിന്നെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഹി വെൻറ്റ് ടു മാർക്കറ്റ് ടു ബൈ എ പെൻ ആണോ. അപ്പോൾ അവിടെ പേന വാങ്ങാനെന്നല്ല. പക്ഷെ ഇത് തുടക്കത്തിൽ ടു എന്നുകൊണ്ട് ഗെറ്റ് ഒരു വെർബ് വരികയാണെങ്കിൽ അങ്ങനെ ആകുക എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുക കേട്ടോ. ടു ഗെറ്റ് എ ജോബ്, ഒരു ജോലി കിട്ടുക എന്നത് അല്ലേ. ടു ബി എ ഡോക്ടർ, ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ ആ പ്രയോഗം. അപ്പോൾ ടു ഗെറ്റ് എ ജോബ് ഈസ് ദ ഡ്രീം ഓഫ് യങ്സ്റ്റേഴ്സ്. ജോലി കിട്ടുക എന്നുള്ളത് യങ്സ്റ്റേഴ്സിൻ്റെ ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ടു ഗെറ്റ് എന്നുള്ളത് ടു എന്തല്ല, പ്രിപ്പോസിഷൻ അല്ല അല്ലേ. അതേസമയം ഹി വെൻറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ, അവൻ മാർക്കറ്റിലേക്ക് പോയി. അതെന്താണ്? അവിടെ പ്രിപ്പോസിഷനാണ്. മനസ്സിലാണ്ടല്ലോ പറഞ്ഞത്. അവിടെ കാരണം ടുവിന് ശേഷം വരുന്നത് വെർബല്ല, മാർക്കറ്റ് എന്നുള്ള നൗണാണ്. അപ്പോൾ എന്തല്ല,
അവിടെ ടു ഇൻഫിനിറ്റീവ് അല്ല, അവിടെ ടു പ്രപ്പോസിഷനാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് വ്യത്യാസം. ടു വെർബിന് മുമ്പാണ് വരുന്നതെങ്കിൽ അത് ടു ഇൻഫിനിറ്റീവ് ആണ്. നൗണിൻ്റെ മുമ്പിലാണ് വരുന്നതെങ്കിൽ അത് എന്താണ്? ഒരു പ്രിപ്പോസിഷനാണ്. ഇത്രയാണ് പറഞ്ഞത്. ടു ത്രോ ദ വേസ്റ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഓഫ് മെനി. വേസ്റ്റ് എറിയുക എന്നുള്ളത് പല ആളുകളുടെയും ഹാബിറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളത്തെ ക്ലാസ്സിൽ കേട്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്നും കൂടിയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക.